ഇറാനിയൻ പ്രൊട്ടസ്റ്റേഴ്സിനെ അമേരിക്ക സഹായിച്ചു എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത് വേറെ ആരുമല്ല, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അണ്ണൻ തന്നെയാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് എങ്ങനെ സഹായിച്ചു എന്നും അതുപോലെ ഇതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട്. അതുപോലെ ഇസ്രായേലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ സൺഡേ ഒരുപാട് സ്ഥലങ്ങളിൽ അറ്റാക്ക് നടന്നിട്ടായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഹൈഫയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഹൈഫയിൽ നടന്ന അറ്റാക്കിൽ ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴുകയും അതിന്റെ അവശിഷ്ടത്തിന്റെ അടിയിലേക്ക് ആളുകൾ ഇസ്രായേലികൾ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു കാര്യമൊക്കെ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന്റെ വീഡിയോ ഫുട്ടേജ് ഒക്കെ ഞാൻ വെക്കുന്നതാണ്. അതുപോലെ ഇറാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ ഫോറിൻ സ്പോക്ക് പേഴ്സൺ ഒരു ത്രെട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ വീഡിയോ വിഷ്വൽസ് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് യു എസിലേക്ക് പോവാം. യു എസിൽ നിന്നും വരുന്ന വാർത്തകൾ അനുസരിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ യു എസ് ഇറാനോട് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം ആണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ല എന്ന് പറയാൻ പറ്റുമോ? ഈ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. Now, the president also provided new details on what happened earlier this year as the Iranian regime took to the streets and slaughtered what the president tells me is 45,000 civilians in their own country. After that took place, President Trump told me the United States sent guns to the Iranian protesters. He tells me we sent them a lot of guns. We sent them to the Kurds, and the president says he thinks the Kurds kept them. He went on to say we sent guns to the protesters, a lot of them. And so a number of headlines here from my conversation with President Trump. All of this taking place more than a month into Operation Epic Fury and in the aftermath of that successful U.S. operation overnight to rescue that stranded U.S. service member inside Iranian territory. Okay. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവരോട് പറഞ്ഞിട്ടുള്ള ഈ ന്യൂസ് റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഇത് ഇപ്പോൾ ഈ ഒരു മീഡിയ മാത്രമല്ല മറ്റു ഒരുപാട് മീഡിയാസ് US മീഡിയാസ് തന്നെ ഇതൊക്കെ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യം ഇറാൻ പ്രൊട്ടസ്റ്റേഴ്സിന് വെപ്പൺസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 40,000-ൽ കൂടുതൽ ആളുകളാണ് അവിടെ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ US സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനെന്ത് സംഭവിച്ചു ആ വെപ്പൺസിനൊക്കെ? ഇറാനിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റ് കൃത്യമായി നോക്കി അവിടുന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ മനസ്സിലാക്കിയാൽ വ്യക്തമാവുന്ന ഒരു കാര്യം, ഇറാനിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള വെപ്പൺസും അതുപോലെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആംഡ് വെപ്പൺസ് യൂസ് ചെയ്തിട്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ നിന്നും ഈ ആംഡ് വെപ്പൺസ് സീസ് ചെയ്തിട്ടായിട്ടുള്ള റിപ്പോർട്ടുകളും ഇറാനിൽ നിന്നും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു വെപ്പൺ യൂസേജ് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ അമേരിക്ക പറഞ്ഞത്, അതായത് നമ്മുടെ ട്രംപ് അണ്ണൻ പറയുന്ന വെപ്പൺസ് ഒക്കെ എവിടെ പോയി? ട്രംപ് അണ്ണൻ തന്നെ അതിനുള്ള മറുപടി പറഞ്ഞിട്ട് ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വെപ്പൺസ് ഒക്കെ കുർദിഷ്, അതായത് ഇറാനിയൻ കുർദിഷ് വഴിയാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെപ്പൺ എവിടെ പോയി എന്ന് അമേരിക്കക്കും വലിയ പിടുത്തമൊന്നുമില്ല. അവർ പറയുന്നത് കുർദിഷിന്റെ കയ്യിൽ ഈ വെപ്പൺസ് ഉണ്ടായിട്ടുണ്ടാവും, അവർ അങ്ങോട്ടേക്ക് പാസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നൊരു കാര്യമാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് was directly involved in effort to destabilize and overthrow the Iranian government week before strike were launched across Iran. ഇറാനിന് നേരെയുള്ള ലോഞ്ചസ്, അതായത് ഈ സ്ട്രൈക്ക് നടക്കുന്നതിന് മുൻപ് ഒക്കെ നമ്മൾ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ആയിരുന്നു. ഈ ഒരു ഗവൺമെന്റിനെ അടിച്ച് താഴെയിടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും വ്യക്തമാണ്, ഒന്നെങ്കിൽ വെപ്പൺസ് മാത്രമല്ല കൊടുത്തിട്ടുണ്ടാവുക, ഈ പ്രൊട്ടസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും, അതായത് അവിടെ ഇറാനിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് അടക്കം ചിലപ്പോൾ US കൊടുത്തിട്ടുണ്ടാവും. ഈ ഫണ്ടിങ് അനുസരിച്ച്, അതായത് വെപ്പൺസ് അനുസരിച്ചൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇറാനിൽ ആ സമയത്ത് അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടാവുക. അതിനെ ചൊല്ലിയിട്ടാണ് ഈ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നു, ആളുകൾക്ക് അവിടുത്തെ ഭരണം ഓക്കെ അത് മാറാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കാം എന്ന രീതിയിലാണ് സ്ട്രൈക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് US ഭാഗത്തുനിന്നും. US ആ കാരണം, 2 കാരണങ്ങളാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ കാരണവും, രണ്ടാമതായിട്ടുള്ള കാരണം പറയുന്നത് ന്യൂക്ലിയറിന്റെ കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് US ഇറാനെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഒരു കാര്യം, അതായത് അവിടെ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഒരു 90% US സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി തന്നെയാണ് എന്നുള്ള കാര്യം ട്രംപ് തന്നെ ഇപ്പോൾ പറഞ്ഞു. കാരണം വെപ്പൺസ് കൊടുത്തു എന്ന് പറഞ്ഞു, ഫണ്ടും കൊടുത്തിട്ടുണ്ടാവും. അതിൽ രണ്ടാമത്തെ കാര്യം ന്യൂക്ലിയർ ബോംബിന്റെ കാര്യമാണ്. പക്ഷെ അതിൽ പല ഇന്റർനാഷണൽ ഏജൻസി ആവട്ടെ, ആർക്കും അത് പ്രൂവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇറാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം
ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വെറുതെയുള്ള അലിഗേഷൻസ് മാത്രമാണ് US-ന്റെയും അതുപോലെ ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അല്ലാതെ അതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് ഇതുവരെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തിനേറെ പറയുന്നു, 2026 തുടക്കത്തിൽ തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞിട്ടുണ്ട് യാതൊരു പ്രൂഫും ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു പ്രൂഫും ഇല്ല എന്നൊരു കാര്യം അവരും പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇസ്രായേലിലേക്ക് പോവാം. ഇസ്രായേലി ഹൈഫയിൽ നടന്നിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഇറാന്റെ ഭാഗത്തുനിന്ന്. ആ ഭാഗത്ത് എവിടെയോ ആയിട്ടാണ് ഇസ്രായേലികൾ ഉള്ളത് എന്നാണ് ഇസ്രായേലിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ 6 മണിക്കൂറോളം അന്വേഷിച്ചും അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും കൂടി ഇസ്രായേലിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇന്നലെ രാത്രിയുള്ള വിഷ്വൽസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ വരെ അവിടെ കണ്ടെത്താൻ പറ്റില്ല. അതായത് രക്ഷാപ്രവർത്തകർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ഇന്ന് രാവിലെ വരെ ഒരു റിപ്പോർട്ടും ഇസ്രായേലിൽ നിന്നും വന്നിട്ടില്ല. ഇവിടെ അവരെ കണ്ടെത്തി എന്ന് പറഞ്ഞുള്ള ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. പല ഭാഗത്തായി ഇതുപോലുള്ളതല്ല, പല ഭാഗത്തായി അറ്റാക്കിംഗ് ഇസ്രായേലിൽ ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ഇറാന്റെ ഫോറിൻ സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടിട്ട് വരാം. Iran's reaction would be one of reciprocating any such attack. Our armed forces have made it clear that in case Iran's infrastructure is attacked, we would react in kind. Our armed forces would target any similar infrastructure that is owned or in any way or manner related to the United States or contributes to their act of aggression against Iran. These threats are simply an indication of a criminal mindset. This is an express public incitement for war crimes and crimes against humanity. And I would say for genocide, because threatening to attack a country's critical infrastructure, energy sector, it would mean that you want to put at risk the whole population. And this is nothing less than war crimes and crimes against humanity. But apart from that, because it seems that this administration doesn't care about law or logic or കേട്ടല്ലേ, ഈ വ്യക്തി ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഇവിടെ ഇപ്പോൾ US ആൻഡ് ഇസ്രായേൽ ചെയ്യുന്ന കാര്യം ലോജിക്കലി അല്ല, മോറലും ഇല്ല, നിയമം നോക്കാതെ ഉള്ള പ്രവൃത്തികളാണ് US-ഉം ഇസ്രായേലും ചെയ്യുന്നത് എന്നാണ്. ഇത് കണ്ടെടുത്തോളം, അതായത് ഇത്രയും ദിവസത്തെ യുദ്ധത്തിൽ കണ്ടെടുത്തോളം മനസ്സിലായിട്ടുള്ള ഒരു കാര്യവും അവർ പറഞ്ഞത് സത്യം തന്നെയാണ്. ലോജിക്കും നോക്കുന്നില്ല, നിയമവും നോക്കുന്നില്ല, ഒന്നും നോക്കാതെയുള്ള പെരുമാറ്റമാണ് US-ന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതുപോലെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ത്രെട്ട് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്: ഞങ്ങൾക്കുള്ള അതേ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നിങ്ങൾക്കുമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ അടിക്കുമ്പോൾ അതേ അടി നിങ്ങളുടെ രാജ്യത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങൾക്കും അടി കിട്ടും. അത് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി തന്നെ ഗൾഫ് കൺട്രീസിനെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം US-ഉമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ റീജിയനിൽ അടുത്തുള്ളത് നമുക്കറിയാം ഗൾഫ് കൺട്രീസ് ആണ്. ഇന്നലെ അടക്കം പല രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ ആവട്ടെ, ബഹ്റൈൻ ആവട്ടെ, അബുദാബിയിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ കുവൈത്തിൽ 2 പ്ലാന്റ്സ് ഒക്കെ പൊളിച്ചിട്ടുണ്ട്. അതുപോലെ കെമിക്കൽ ഫാക്ടറീസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വിശദമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും അത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അറ്റാക്കിങ്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇറാൻ പറഞ്ഞിട്ടുള്ള, അതായത് ഇറാന്റെ നാവി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് വിൽ നെവർ റിട്ടേൺ ടു ഇറ്റ്സ് ഫോമർ സ്റ്റേറ്റ് ഫോർ US ആൻഡ് ഇസ്രായേൽ. ഇസ്രായേലിനും US-നും
പണ്ട് എങ്ങനെയാണോ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അവർക്ക് ഉണ്ടായിരുന്നത് അതുപോലെ ഒരിക്കലും ഇനി ഉണ്ടാവില്ല എന്നാണ് IRGCന്റെ നേവി പറഞ്ഞിട്ടുള്ളത്. റിക്വയർ പാസേജ് ഫ്രീ ഫീസ് ഇൻ ഇറാൻസ് നാഷണൽ കറൻസി. ഇറാന്റെ നാഷണൽ കറൻസിയിൽ എന്ത് വേണം? പാസേജ് ഫീസ് കൊടുക്കണം. അതുപോലെ ബാൻ US ആൻഡ് ഇസ്രായേലി വെസൽസ് ഫ്രം ട്രാൻസിറ്റ്. US-ന്റെയോ ഇസ്രായേലിന്റെയോ വെസൽസ് ഇതിലൂടെ പോവില്ല. അതുപോലെ റെസ്പെക്ട് കൺട്രീസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ യൂണിലാറ്ററൽ സാങ്ഷൻ അഗൈൻസ്റ്റ് ഇറാൻ. ഇറാന് നേരെ യൂണിലാറ്ററൽ സാങ്ഷൻ നടത്തുന്ന രാജ്യങ്ങൾക്കും റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ IRGC നാവി അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമതലമൊക്കെ ഏകദേശം തെറ്റിയ മട്ടാണ്. കാരണം ഒരു 48 മണിക്കൂറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു വീഡിയോയിൽ തെറി വിളിക്കുന്ന ട്രംപിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ വിഷ്വൽസ് ഞാൻ ഇവിടെ വെക്കുന്നില്ല, നല്ല പച്ചത്തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് തെറി വിളിക്കുകയാണ്, ഇറാനെതിരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മാനസിക നിലയൊക്കെ തെറ്റിയിട്ടുണ്ട്. കാരണം 48 മണിക്കൂറിന്റെ ഉള്ളിൽ ഇത് തുറന്നില്ലെങ്കിൽ ട്രംപ് അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നരകം കാണിക്കും എന്നാണ് ഇറാനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ US നാളെ ചെയ്താലോ തിരിച്ചടിയും കിട്ടും. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ആകെ എന്തിനാണ് ഈ യുദ്ധം തുടങ്ങിയത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നു കിളി പോയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ.